നമസ്കാരം. ട്രംപിന്റെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. സംസ്ഥാനത്താണെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ഇതോടൊപ്പം നിരവധി വാർത്തകളുടെ അപ്ഡേഷൻ കൂടി വരുന്ന ഒരു ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യത. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. മലയാളത്തിലും തമിഴിലുമായി 50ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. സംസ്കാരം ഇന്ന് വൈകിട്ട്. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഇന്ന് ഡൽഹിയിൽ. ഇന്നും നാളെയും AICC നേതൃത്വവുമായി ചർച്ച. ജംബോ കമ്മിറ്റിക്ക് തന്നെ സാധ്യത. തൃശൂർ ഒഴികെയുള്ള DCCകളിൽ മാറ്റം വരും. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് സൂചന. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യമെന്ന് വിലയിരുത്തൽ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ട്രംപിന്റെ നികുതി ഭീഷണി ഇരട്ടത്താപ്പെന്ന നിലപാടുമായി ഇന്ത്യ. അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ടു മറുപടി. ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ റഷ്യ 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കി. ഓവൽ ടെസ്റ്റിൽ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ടെസ്റ്റ് ക്യാപ്റ്റനായി അരങ്ങേറിയ ശുഭ്മാൻ ഗില്ലിനും യുവസംഘത്തിനും ആത്മവിശ്വാസം നൽകുന്ന നേട്ടം. മിന്നും പ്രകടനം നടത്തിയ മുഹമ്മദ് സിറാജിനെ അഭിനന്ദിച്ച് ICC ചെയർമാൻ ജയ് ഷാ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരികയാണ്. മധ്യ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയായി കാണുന്നത് എന്ന് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. AT അശ്വതിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അശ്വതി, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിശക്തമായ മഴ തുടരുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 3 ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ച്, എറണാകുളത്തെ സംബന്ധിച്ച് ശക്തമായ മഴ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. അഖില, ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് മധ്യ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുതന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി മുൻകരുതൽ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് മഴ രാവിലെ മുതൽ, പുലർച്ചെ മുതൽ അതിതീവ്ര മഴയാണ് എറണാകുളം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം നഗരത്തിൻ്റെ വിവിധയിടങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റേഡിയം, ലിങ്ക് റോഡ്, അവിടെയൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കനത്ത വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. ഈ ജനവാസ മേഖലകളിൽ, അതായത് ചെറിയ ചെറിയ കോളനികളൊക്കെ ഉണ്ട്. ആ കോളനികളുടെ പോക്കറ്റ് റോഡുകളിലൊക്കെ തന്നെ വെള്ളം കയറി അവിടുത്തെ ഗതാഗതം എല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിതീവ്ര മഴയാണ് രാവിലെ മുതൽ എറണാകുളത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും കോട്ടയത്തും സമാനമായ രീതിയിൽ മഴ ലഭ്യമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇടുക്കി ജില്ലകളിലുമുണ്ട്. മാത്രമല്ല ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ തന്നെ കനത്ത മഴ. അതിതീവ്ര മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകളൊക്കെ ജില്ലാ ഭരണകൂടങ്ങൾ എടുത്തിട്ടുണ്ടോ? ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിലവിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടില്ല.
ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പർ കുട്ടനാട് മേഖലകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. അവിടെ വലിയ തോതിലുള്ള മഴയുണ്ടാവുകയും അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു 3-4 ദിവസത്തേക്ക് മഴയുണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും മഴ കനക്കുകയാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ വെള്ളക്കെട്ടിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഇതുവരെ എറണാകുളം ജില്ലയിലോ മറ്റോ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഒരു പക്ഷേ വെള്ളക്കെട്ട് കാരണം വരും മണിക്കൂറുകളിൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടാക്കില്ല. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിശക്തമായ മഴയാണ് മധ്യ കേരളത്തിൽ പെയ്യുന്നത്. ആവശ്യമായ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടങ്ങൾ എടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം കനത്ത മഴയാണ് പെയ്യുന്നത്. ഗംഗ ഉൾപ്പെടെയുള്ള പല നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. നിരവധിയിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതി രൂക്ഷമായ പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 3 ദിവസമായി മധ്യപ്രദേശിൽ നിർത്താതെയാണ് മഴ പെയ്യുന്നത്. കൊനിയ, സലർപൂർ, ഹുക്ലാഞ്ചി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ജമ്മു കശ്മീരിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതേ തുടർന്ന് ആന്ധ്രാപ്രദേശിലും കനത്ത മഴ തുടരുന്നുണ്ട്. കനത്ത കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അന്ത്യം. വഴുതക്കാട്ടെ വസതിയിൽ രാവിലെ 9 മണി മുതൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിയോടെ പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. 1981 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളാണ് ആദ്യ ചിത്രം. തമിഴിലും മലയാളത്തിലുമായി 50-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയത്. പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് ഒടുവിൽ അഭിനയിച്ചത്. ശംഖുമുഖം, വെളുത്ത കത്രീന, കടമറ്റത്ത് കത്തനാർ, സത്യമേവ ജയതേ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിൽ AICC നേതൃത്വവുമായും MP-മാരുമായും ചർച്ച നടത്തി. ഇന്നും നാളെയുമായി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. ബുധനാഴ്ച പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളും MP-മാരുമായുള്ള 2 ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് സൂചന. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ധാരണ. തൃശൂർ ഒഴികെയുള്ള DCCകളിൽ മാറ്റം വന്നേക്കും. ഈ മാസം 10-ാം തീയതിയോടെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുകയാണ്. 370-ാം വകുപ്പ് എടുത്തുകളഞ്ഞതിന്റെ വാർഷിക ദിനമായെന്ന് പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് സൂചന. തിരക്കിട്ട നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. NDA മുന്നണിയിലെ MP-മാരുമായി പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തിയേക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ സത് ശർമ്മ, ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത എന്നിവരുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു. ജമ്മു കശ്മീരിൽ ഷിയ അസോസിയേഷൻ പ്രസിഡന്റ് ഷിയ റാസ അൻസാരിയും ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചാൽ ജമ്മു കശ്മീരിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് മോദി സർക്കാരിന്റെ വിലയിരുത്തൽ. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായത് ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം, ഹെക്സാഫ്ലൂയിഡ്, മോട്ടോർ വ്യവസായത്തിനായുള്ള പെലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ മറുപടി. യുക്രൈനിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ US പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണ വില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമാണെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. അതേസമയം ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് റഷ്യ. അമേരിക്ക മുന്നോട്ട് വെച്ച F-35 യുദ്ധവിമാന വാഗ്ദാനം നിരസിച്ചതിന് പിന്നാലെ 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റഷ്യ ഉദാരമാക്കി. മാത്രമല്ല ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി
Su-57 യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈമാറാൻ തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധന കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇന്നും തുടരും. ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെ സെബാസ്റ്റ്യനുമായി നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ അസ്ഥി കഷ്ണങ്ങളും സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും ലഭിച്ചിരുന്നു. ഇവയിൽ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അസ്ഥി കഷ്ണങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും മുമ്പ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം ചോദ്യം ചെയ്യലുമായി സെബാസ്റ്റ്യൻ സഹകരിക്കാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് സംഘം. സംസ്ഥാനത്തെ സ്കൂൾ വേനലവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാനുള്ള ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ടതു മുതൽ വിദ്യാർത്ഥികളിലെ പ്രധാന ചർച്ചാ വിഷയം ഇതാണ്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. സ്കൂൾ അവധിക്കാല മാറ്റത്തിന് സാങ്കേതികമായ കടമ്പകൾ ഏറെയാണ്. എന്നാൽ അത്തരം കടമ്പകളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം അറിയേണ്ടത് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ്. വേനൽക്കാല അവധിക്കാലം മഴക്കാല അവധിക്കാലമായി മാറ്റുന്നതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. മാർച്ച് ഏപ്രിൽ മതിയെന്നാണ്. ജൂൺ ജൂലൈയിൽ നമുക്ക് കളിക്കാൻ നേരമല്ല, മഴ ആയതുകൊണ്ട് എപ്പോഴും കളിക്കാനൊക്കെ കഴിയും. ജൂണിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖം, മഴയൊക്കെ ഉണ്ടായതുകൊണ്ട്. മഴക്കാലത്ത് നനഞ്ഞൊട്ടി സ്കൂളിൽ വരുന്നതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണെന്നാണ് അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം. മഴക്കാലത്ത് സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടാണ്, യൂണിഫോമൊക്കെ നനയുന്നതുകൊണ്ട്. മഴനെ കൊണ്ട് വെള്ളം ഉണ്ടായതുകൊണ്ടൊക്കെ വണ്ടി പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ വെള്ളമാവുന്നുണ്ട്. അതുമാതിരി ഡ്രസ്സിൽ വെള്ളമായാൽ പിന്നെ ഉണങ്ങൊന്നുമില്ല, കട്ടിയുള്ളതാണ് യൂണിഫോമൊക്കെ ആയതുകൊണ്ട് ഉണങ്ങൊന്നുമില്ല. അപ്പോൾ മാറ്റുന്നതാണ് നല്ലത്. വേനൽക്കാലവും നോമ്പുകാലവും ഒന്നിച്ചു വരുമ്പോൾ ക്ഷീണത്തോടെ സ്കൂളിൽ വരുന്നതോർക്കുമ്പോൾ അവധിക്കാല മാറ്റം നല്ലതാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നോമ്പിൻ്റെ ടൈമിന് ക്ലാസ് ആകുമ്പോൾ ഒരു ഇതുണ്ട് വരില്ല. അത് നോമ്പ് അടിച്ച് സ്കൂളിലേക്ക് ഇറങ്ങാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ ക്ലാസ് വേണ്ടതാണ്. ഈ ജൂൺ ജൂലൈ കുഴപ്പമില്ല. അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ മഴയത്ത് തങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമെന്നാണ് ചിലരുടെ ചോദ്യം. ഈ മഴക്കാലമായതുകൊണ്ട് ഗ്രൗണ്ടൊക്കെ വെള്ളമായിട്ട് കളിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഏപ്രിൽ മെയ്യോ നല്ല. ഇതുവരെ കടന്നു വന്ന രീതിയിൽ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള പ്രയാസവും ഇവർക്കുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കാലം ഏപ്രിലും മെയിലാണല്ലോ സെലിബ്രേറ്റ് ചെയ്ത് വെക്കേഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇനി ജൂണിലേക്കും ജൂലൈയിലോട്ടും മാറ്റാന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് മൊത്തത്തിൽ. പിന്നെ മഴക്കാലത്ത് സ്കൂളിൽ വരാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ആ ടൈമിൽ വെക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തോ പോലെ. അമൃത ന്യൂസ്, കോഴിക്കോട്. ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. സമരത്തിനൊരുങ്ങുകയാണ് മലക്കപ്പാറ വീരൻകുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്താൻ ഒരുങ്ങുകയാണ് ഊര് നിവാസികൾ. അരേക്കാപ്പ് വീരൻകുടി സങ്കേതത്തിലെ 31 കുടുംബങ്ങൾ ചാലക്കുടി DF ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2018 മഹാപ്രളയത്തിൽ വീരൻകുടിയിലെ ഭൂമിയും വീടുകളും നശിച്ചു പോയവരാണ് 31 കുടുംബങ്ങളും. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി എന്നാണ് പരാതി. ഇത് 2018 തുടങ്ങിയുള്ള പ്രശ്നമാണ്. ഞങ്ങൾ കമ്മിറ്റിക്കാളും ഈ വീട്ടിലേക്കും നടന്ന് എന്തോ പോലായി. കാട്ടുപോത്തും ആനയും പിന്നെ പുലിയും അതുപോലെ ഇതുപോലെ വെട്ടവെളിച്ചം ഇല്ലാണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സമിതി വനം നൽകേണ്ട സംസ്ഥാന സമിതിയുടെ അംഗീകാരം ആ ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചാലക്കുടി മാരാങ്കോടിൻ്റെ ചുമതലക്കാരനായ ചാലക്കുടിയുടെ DFO പറയുന്നത് അതിനകത്ത് ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, അതോടൊപ്പം തന്നെ അത് വാല്യൂ കൂടിയ ഭൂമിയാണ്, അതങ്ങനെ ആദിവാസിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് DFO എടുക്കുന്നത്. 5 വർഷത്തിലേറെയായി താൽക്കാലിക കുടിലുകളിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. പുലിയുടെ സാന്നിധ്യം പതിവായതോടെ പ്രദേശത്ത് നിന്നും വിട്ടുപോകാൻ നിർബന്ധിതരാവുകയാണ് ഇവർ. കഴിഞ്ഞ ദിവസം പുലി 4 വയസ്സുകാരനെ വീടിനകത്ത് കയറി ആക്രമിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് ഊര് നിവാസികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. കൊച്ചി മെട്രോയിൽ ക്യാഷ്ലെസ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ UPI വഴി പേയ്മെന്റ് നൽകി പേപ്പർ ടിക്കറ്റ് എടുക്കാവുന്ന സൗകര്യമാണിത്. JLN ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു മെഷീൻ ഉദ്ഘാടനം ചെയ്തു. കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ UPI വഴി പേയ്മെന്റ് നൽകി പേപ്പർ ടിക്കറ്റ് എടുക്കാവുന്ന സൗകര്യമാണ് കൊച്ചി മെട്രോയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്.
യാത്രക്കാർക്ക് വേഗത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനായി ഒരുക്കുന്ന സൗകര്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണിത്. രാജ്യത്തെ ചുരുക്കം ചില മെട്രോകളിൽ മാത്രമാണ് വെൻഡിംഗ് മെഷീൻ UPIയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. Cash transactions are coming down, digital payments are going up. That is a good sign. So we actually wanted to do almost 100% digital payment. In very few metros only, to my knowledge, these kind of systems are there in the ticket vending machines. The future of ticketing in metro will be more digital. ഭിന്നശേഷി സൗഹൃദ മെഷീനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാൻ ഇപ്പോൾ മറ്റ് ചില സംവിധാനങ്ങളും കൊച്ചി മെട്രോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റുകയാണ് ലക്ഷ്യം. കൊച്ചി വൺ മൊബൈൽ ആപ്പ്, പേടിഎം, ഫോൺപേ, റെഡ് ബസ്, യാത്രി, ഈസി മൈ ട്രിപ്പ്, ടെലിഗ്രാം, കേരള സവാരി തുടങ്ങിയവ വഴിയും ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം. വാട്സപ്പ്, ഗൂഗിൾ വാലറ്റ് അധിഷ്ഠിത ടിക്കറ്റിംഗ് സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. രാമ 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 പാഹി മാം. ആയുർവേദ ചികിത്സയെക്കുറിച്ച് നാം ഏറെ കേൾക്കുന്ന സമയമാണ് കർക്കിടക മാസം. എന്നാൽ കർക്കിടക മാസത്തിൽ മാത്രം നടത്തേണ്ടുന്ന ചികിത്സയാണോ ആയുർവേദം? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ പഞ്ചകർമ്മ വിഭാഗം മേധാവിയുമായ ഡോക്ടർ KP നമ്പൂതിരി. നമസ്കാരം, ഞാൻ ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി, പ്രൊഫസർ ആൻഡ് ഹെഡ് പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെൻറ്റ്, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കർക്കിടക മാസത്തിലെ ചികിത്സ. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ചികിത്സ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യണോ? അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിന് എന്താണ് പ്രാധാന്യം? ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരാളം സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കിതിനു തൊട്ട് മുമ്പുള്ള ഗ്രീഷ്മ ഋതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ചൂട് സമയം. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം വർദ്ധിക്കുകയും നമ്മുടെ ശാസ്ത്രോക്തി പ്രകാരം പിത്തത്തിൻ്റെ ആ ഒരു ആധിക്യം കൂടുതലായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് സ്വാഭാവികമായിട്ടുള്ളതിൽ നിന്നും ക്രമാതീതമായി വർദ്ധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബലത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരു കോട്ടം തട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾ പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബലമേകത്തക്ക രീതിയിലുള്ള ക്രിയാക്രമങ്ങൾ നമ്മൾ യഥാവിധി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥതകളും കൂടെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് യഥാവിധി അതിന് ഉതകുന്ന രീതിയിലുള്ള ഔഷധങ്ങളുടെ സേവനം, ഔഷധ അന്നവിഹാരാണാം ഉപയോഗം സുഖാവഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ യഥോക്തമായ രീതിയിൽ യഥോക്തമായ ഔഷധങ്ങളെ കൊണ്ട് യഥോക്തമായ ചികിത്സ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഋതുവിൽ നമുക്ക് അനുസൃതമായിട്ടുള്ള ആ ഒരു ഗുണം ചെയ്യുകയും തദ്വാര വരുന്ന ആ ഒരു ഋതുക്കളെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാപ്തമാക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തിപ്പെടും. അപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ പദ്ധതി നമ്മൾ കർക്കിടക മാസത്തിൽ പൊതുവെ അവലംബിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ ഇതിനൊരു പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചികിത്സ ഏത് സീസണിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഈ ഒരു ചികിത്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യക്ഷ ഫലം നമ്മുടെ ഉടനെ തന്നെ കാണാവുന്നതായതുകൊണ്ടും നമ്മൾ ഈ കർക്കിടക ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യം വിശിഷ്യ കേരളത്തിൽ കൽപ്പിച്ചു പോകുന്നുണ്ട്. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിപണിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. US-ന്റെ പുതിയ താരിഫ് നയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യാഘാതത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നഷ്ടം തുടർന്നത്. എന്നാൽ ഇന്നലെ വ്യാപാരത്തിലുടനീളം
നേട്ടം നിലനിന്ന് വ്യാപാരം നടക്കുകയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 24,500 എന്ന നിലവാരമായിരുന്നു വളരെ പ്രധാനമായ നിലവാരത്തിന് താഴേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 24,700 എന്ന നിലവാരത്തിലേക്ക് സൂചിക നീങ്ങുകയും ചെയ്തു. ഒട്ടുമിക്ക മേഖലകളിലും നല്ല രീതിയിലൊരു നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ ഒരു ആശങ്ക തുടരാമെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഈ ഒരു നിലവാരത്തിൽ വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടായത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ആഭ്യന്തര ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് പുറമെ റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗമാണ്. ഇന്നാണ് റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗം നടക്കുക. നിരക്ക് കുറയ്ക്കൽ ഉണ്ടായില്ലെങ്കിൽ കൂടിയും രാജ്യത്തിൻ്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ ഏതാണ്ട് 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള രാജ്യത്തിൻ്റെ സമ്പദ് രംഗത്തെക്കുറിച്ചും വളർച്ചാ സാധ്യതയെക്കുറിച്ചുമുള്ള റിസർവ് ബാങ്കിൻ്റെ വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും വളരെ പ്രധാനം തന്നെയാണ്. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായിരിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും തുടരുന്ന വലിയൊരു വിൽപ്പന തന്നെയാണ് ഇനിയും ഒരു വിപണിയിൽ ആശങ്കയായി നിലകൊള്ളുന്നത്. ആ ഒരു വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാകും. എന്തായാലും 24,500, 25,200 എന്ന നിലവാരത്തിൽ ആയിരിക്കും മുൻനിര സൂചികയായ നിഫ്റ്റി നീങ്ങുക. ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ശരി, കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകൽ കിടയറക്കോണത്ത് കാർത്തികയിൽ വി ഭാസ്കരൻ നായർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അമൃത ടെലിവിഷൻ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ BV രാജേഷ് കുമാർ മകനാണ്. സംസ്കാരം രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. ചെങ്കോട്ടയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശി പൗരന്മാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. 20-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ കുറച്ചുകാലമായി ഡൽഹിയിൽ വിവിധ ജോലികൾ ചെയ്യുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഹരിയാനയിലും അനധികൃതമായി താമസിച്ചിരുന്ന 10 ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിലായി. ഗുരുഗ്രാം പോലീസാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയൽ രേഖകളിൽ നിന്നും ബംഗ്ലാദേശി പൗരത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിടിയിലായവരെ ഉടൻ നാട് കടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യൻ വോളിബോളിന് കരുത്താവുകയാണ് കോഴിക്കോട് നിന്നുള്ള ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾ. ലോക സർവകലാശാല ഗെയിംസിൽ പങ്കെടുത്തതിന്റെ ത്രില്ലിലാണ് കക്കോടിയിൽ നിന്നുള്ള ചൈത്രയെങ്കിൽ ദക്ഷിണ റെയിൽവേയുടെ താരമാണ് സഹോദരി തീർത്ഥ. ഇരുവരെയും പരിചയപ്പെടാം. കോഴിക്കോട് കക്കോടിയിലെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും വോളിബോൾ കളിച്ചു തുടങ്ങിയ ഈ ഇരട്ട പെൺകുട്ടികൾ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ്. കക്കോടിമുക്ക് തച്ചാന വയലിൽ TV സുനിൽകുമാറിന്റെയും AP നിഷിതയുടെയും മക്കളാണ് ചൈത്രയും തീർത്ഥയും. ജർമ്മനിയിൽ നടന്ന ലോക സർവകലാശാല ഗെയിംസിൽ പങ്കെടുത്തു വന്നതിന്റെ ആവേശത്തിലാണ് ചൈത്ര ഇപ്പോൾ. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ചൈത്ര ജൂനിയർ നാഷണൽസിൽ വെള്ളിയും ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വെങ്കലവും സ്കൂൾ നാഷണൽ ഇന്ത്യ യൂത്ത് ഗെയിംസിലും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വെങ്കലവും നേടിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ടീമാണ് ബ്രസീൽ. അവരായിട്ടായിരുന്നു ഫസ്റ്റ് മാച്ച്. അത് കഴിഞ്ഞിട്ട് പോളണ്ടുമായിട്ട് 2ാമത്തെ മാച്ച്, 3ാമത്തെ മാച്ച് സ്പെയിനുമായിട്ട്, പിന്നെ കളിച്ചത് മംഗോളിയായിട്ട്. അവരായിട്ട് നന്നായിട്ട് കളിച്ചു, 4 സെറ്റ് കളിച്ചു. പിന്നെ ലാസ്റ്റ് ഓസ്ട്രേലിയ ആയിട്ടാണ് നല്ല കളി കളിച്ചത്. ദക്ഷിണ റെയിൽവേയുടെ താരമായ സഹോദരി തീർത്ഥയും ചൈത്രയും നാട്ടിലെ യുവരശ്മി ക്ലബിനൊപ്പമാണ് വോളിബോൾ കളിച്ചു തുടങ്ങിയത്. ഞാനിപ്പോൾ റെയിൽവേക്ക് വേണ്ടി കളിക്കുന്നതുകൊണ്ട് ഒരു ഇന്ത്യൻ റെയിൽവേ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വോളിബോളിലൂടെ കായിക രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇരട്ട സഹോദരിമാർ. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.